ദിശേ, ചില ആളുകൾ പുതിയൊരു ചെരുപ്പ് മേടിച്ച് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഓർണമെൻറ്റ്സ് മേടിച്ച് അത് എന്ത് ചെയ്യും, സ്കിന്ന് തട്ടിയിട്ട് റിയാക്ഷനായിട്ട് അലർജി ആയിട്ട് മൊത്തം ചൊറയാവുന്ന ആൾക്കാരുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അത് ശരിക്കും അത് അങ്ങനെ സംഭവിക്കുന്നത്? ഇതൊരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ അബ്നോർമൽ റിയാക്ഷൻ എന്ന് പറയാം. ഓവർ ആക്ട് ചെയ്യുക. നമ്മളെ ശരീരത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്തിനാണ്? പുറത്തു നിന്ന് വരുന്ന രോഗാണുക്കൾക്കെതിരെ പ്രവർത്തിച്ച് നമുക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഇമ്മ്യൂൺ സിസ്റ്റം. പക്ഷെ അത് ചിലർക്ക് ഓവറായിട്ട് റിയാക്ട് ചെയ്യും. അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഈ നല്ല ഇമ്മ്യൂണിറ്റി, നല്ല ഒരു പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്മ്യൂണിറ്റി എന്താ ഓവർ റിയാക്ട് ചെയ്യുമ്പോൾ അലർജി എന്ന് പറയും. അതാണ് ചില ആൾക്കാർ ഒരു പൊടിക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ പ്രശ്നമൊന്നുമില്ലാത്ത ആൾ ഒരു 2-3 തുമ്മലുണ്ടെങ്കിൽ നിർത്തും. ചില ആൾക്ക് ഒരു 5-6 ദിവസം നിരന്തരമായിട്ട് അങ്ങ് തുമ്മി ചാവും. അതെ, അതെന്ന് വെച്ചാൽ ഈ തുമ്മൽ എന്താണ്, ഒരു നല്ലൊരു റിയാക്ഷനാണ്. ഇത്രയും പൊടി നമ്മളെ ശ്വാസകോശത്തിൽ പോയുള്ള സ്ഥിതി ആലോചിച്ച് നോക്ക്, നമുക്ക് ദോഷമല്ലേ? അപ്പൊ അത് ശരീരം അതിനെതിരെ പ്രവർത്തിക്കും. ഒരു 2 തുമ്മൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം പുറത്തു പോയി. നമ്മളിപ്പോ ബോട്ടിലൊക്കെ ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ? അതേപോലെ നമ്മളെ ശരീരത്തിനുള്ള ഒരു മെക്കാനിസം ആണ്. പക്ഷെ അത് ഓവറായാലും എന്താ ചെയ്യുക? നമ്മളെ അന്തരീക്ഷത്തിൽ ഇഷ്ടംപോലെ പൊടികളും ഇപ്പം ചെടികളുടെ എന്താ പറയുക സ്പോർട്സ് എന്നൊക്കെ പറയും, പൂമ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം സാധാരണ ഒരാൾക്ക് അതൊരു ബുദ്ധിമുട്ടേ അല്ല. പക്ഷേ ഈ അലർജിക് റിയാക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ കണ്ട സാധനങ്ങളൊക്കെ അലർജി ആയിട്ട് വരും. ചെറിയ പൊടികൾ തൊട്ട് പൂമ്പൊടികൾ, പിന്നെ നമ്മളെ കർട്ടനിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന തുണിയുടെ കോട്ടന്റെ പൊടികളൊക്കെ. എൻ്റെ ഒരു സുഹൃത്തിന് ഇത് പേടിച്ചിട്ട് പുറത്തേക്ക് പോകില്ല. കാരണം പോയി കഴിഞ്ഞാൽ ഒരു 3 ദിവസം നിരന്തരമായിട്ട് കണ്ണൊക്കെ ചൊറിഞ്ഞ് ഇതായി. ഇത് മെയിനായിട്ട് ലക്ഷണങ്ങൾ ഉണ്ടാകുക വെച്ചാൽ മൂക്കുന്ന് നിരന്തരമായിട്ട് വെള്ളം വരിക, പിന്നെ കണ്ണ് ചുമന്ന് വരിക, എപ്പോഴും ജലദോഷം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുക, ശരിക്കും സൗണ്ട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു ബ്ലോക്ക് ഉള്ളതുപോലെ തോന്നും. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ മൂക്കിനകത്തും തൊണ്ടയുടെ അകത്തൊക്കെ ഉള്ള നേരിയ പാളികളില്ലേ, അതിനൊക്കെ ഇൻഫ്ലമേഷൻ വരും. അപ്പം നീര് വന്ന് തടിക്കും. അപ്പം ശരിക്കും ശ്വാസം കഴിക്കാൻ പറ്റില്ല. അതേപോലെ നിരന്തര ചുമ, തുമ്മൽ, പിന്നെ കണ്ണിന് ചുവപ്പ് കളർ, കണ്ണിന്ന് വെള്ളം വരിക, മൂക്കുന്ന് വെള്ളം വരിക, ഇതൊക്കെ ഭയങ്കര സൗണ്ട് മാറും. അത് ആ ഒരു എപ്പിസോഡ് പോലെ വരിക. ഒരു പ്രാവശ്യം ഈ അലർജിക്ക് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ കുറേ ദിവസം അത് പിന്നെ ശരീരം തന്നെ അത് മെല്ലെ മെല്ലെ കുറച്ച് നോർമലിലേക്ക് വരും. പക്ഷെ ഇത് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു പൊടി അടിച്ചാൽ തന്നെ ഇത് റിയാക്ട് ചെയ്യും നമ്മളെ ബോഡി. പിന്നെ അതുകൊണ്ട് കുറേ നാൾ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ കേൾക്കുന്നതാണ് ഈ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ്, ചിലപ്പോൾ മീൻ കഴിക്കുമ്പോൾ എനിക്ക് അയില പറ്റൂല കേട്ടോ, അയില പോയി കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് റിയാക്ഷൻ ആവും അല്ല, അങ്ങനെ ചില ഫുഡ് ഐറ്റംസ്. അയില പോലെ തന്നെ പിന്നെ ചിലർക്ക് ഗോതമ്പ് അലർജി ഉള്ള ആൾക്കാരുണ്ട്. അവര് ഗോതമ്പ് നമ്മൾ ശരിക്കും പറഞ്ഞപ്പോൾ ചപ്പാത്തി ഗോതമ്പ് എന്നൊക്കെ അറിയാം, പക്ഷെ ചില സാധനങ്ങൾ ഇപ്പൊ ബിസ്ക്കറ്റ് എന്തിനും നമ്മൾ ഗോതമ്പ് ചേർക്കുമല്ലോ. അപ്പൊ ഇത് ശരീരം തിരിച്ചറിയും ഇതിൽ ഗോതമ്പ് ഉണ്ടെന്ന്, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത് ശരീരം മൊത്തം തടിച്ച് ചൊറിഞ്ഞ് കണ്ണൊക്കെ ഇറങ്ങി പോവുക, അങ്ങനെയുള്ള പല അലർജിക് റിയാക്ഷൻസും ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ കൂടി മാത്രം മുമ്പോട്ട് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതല്ല, അപ്പൊ എന്താ ചെയ്യാ, ഇതിന് മരുന്നുകളുണ്ട്. അലോപ്പതിയിൽ അവര് ഈ റിയാക്ഷൻസ് ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ റിയാക്ഷൻസ് വരുന്നത്. അപ്പൊ അതിനെ സപ്രസ് ചെയ്യാനുള്ള ആന്റിഹിസ്റ്റമിൻസ്, പിന്നെ സ്റ്റിറോയിഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ട് സപ്രസ് ചെയ്യുന്നത്. അത് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറച്ചു കാലം ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും മരുന്ന് കഴിക്കും, വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും. അങ്ങനെയാണ് ഒരുവിധം എല്ലാവരും മുമ്പോട്ട് പോകുന്നത്. നമ്മളുടെ ഒരുപാട് പേഷ്യൻസിന് റിവ്യൂസും ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതുപോലെ അലർജി, തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ. അതേപോലെ സ്കിൻ അലർജി, ഇപ്പോൾ കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയില്ലേ, ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പലതരം ഓർണമെന്റ്സ് യൂസ് ചെയ്തിരുന്ന അലർജി, അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിൻ്റെ ഒക്കെ എഫക്റ്റീവായിട്ട് ഫുള്ളായിട്ട് മാറിയിട്ടുള്ള കുറേ പേഷ്യൻസിൻ്റെ റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട്. റിവ്യൂസ് ഇട്ടിരിക്കുന്നത് ദിശ ആയുർവേദ ഹെൽത്ത് എന്ന പേജിലാണ് കേട്ടോ. ദിശ ആയുർവേദ എൻ്റർടൈൻമെൻറ്റ് എന്നൊരു പേജും കൂടെ ഞങ്ങൾക്ക് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഞങ്ങൾ കുറച്ച് കോമഡി വീഡിയോസൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചോദിച്ചിട്ടാണ് ദിശ ആയുർവേദ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിൽ ഞങ്ങളുടെ ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂസും സ്പീച്ചും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾ ഡൗട്ട്സ് കുറേയൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യം, ഇതിൻ്റെ അകത്ത് നമുക്ക് ദിശ ആയുർവേദത്തിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാൻ കഴിയുക? നമുക്ക് പ്യൂർലി ആയുർവേദിക് തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഡയറ്റ് കൺട്രോളും ഉണ്ടാവും. അപ്പോൾ ഇതിലൂടെ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ അസുഖം വരുന്ന സമയത്ത് ഈ അലോപ്പതി മെഡിസിൻ പോലെ സപ്രസ് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് അല്ല. നമ്മൾ കുറച്ച് നാൾ ഇപ്പോൾ ഒരു 1 മന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പിന്നെ നമുക്ക് പൊടി അടിച്ചാലും പുറത്ത് പോയാലും ഇപ്പം പുക അടിച്ചാലൊക്കെ നമുക്ക് പിന്നെ ആ ലക്ഷണങ്ങൾ വരില്ല. ആ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് തുടർച്ചയായിട്ടുള്ള തുമ്മല്, ജലദോഷം, അതൊക്കെയുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ പൂർണ്ണമായും മാറിയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളൊരു സുഹൃത്ത് തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ കാല് പുറത്ത് കാണിക്കൂല,
കാലിങ്ങനെ ഒരു ഷൂ പോലത്തെ ചെരുപ്പിട്ടിട്ട് പുറത്ത് കാണിക്കില്ല. എന്താ പ്രശ്നം വെച്ചാൽ കാല് ഒരു വ്രണം പിടിച്ച പോലെ വളരെ കാണാൻ ഒരു വൃത്തികേട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവമാണ്. അവർ ഞങ്ങളുടെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, അതിന് പൂർണ്ണമായുള്ള ഒരു റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് പറഞ്ഞത് ദിശയോട് ആ ഒരു സബ്ജക്റ്റ് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ആക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ പുറത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. കാലിൽ ഇതുപോലെ വ്രണം വന്നിട്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കാല് നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റി ചോദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് തുടക്കകാലത്ത് എന്താ വരിക എന്ന് വെച്ചാൽ ചൊറിച്ചിൽ വരും. ആ ചൊറി വന്ന് ആൾക്കാർ ചൊറിച്ചിൽ വന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചൊറിയല്ലോ. അപ്പോൾ ആ സ്കിന്ന് ഡാമേജ് ആവും. പിന്നെ അതിൽ നിന്ന് വെള്ളം വരും. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഊസിങ് എന്ന് പറയും, വെള്ളം പോലുള്ള സംഭവം പുറത്ത് വരിക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബ്ലഡ് വരും. പിന്നെ ആ കണ്ടീഷൻ എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പിന്നെ ഇവിടെ കട്ടി കൂട്ടും സ്കിന്നിന്. പിന്നെ ലൈക്കണിഫിക്കേഷൻ എന്ന് പറയും. പിന്നെ കറുപ്പ് കളറായിരിക്കും. പിന്നെ അത് മാറാൻ ഭയങ്കര പാടാണ്. അതെ, കാണാൻ ഒരു വൃത്തികേടായിരിക്കും ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ. അപ്പോൾ നമ്മളെ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓയിൻമെൻറ്റ്, ചിലർ ഇത് ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് തൽക്കാലത്തേക്ക് അവിടെ ശമിപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഒന്നും പാടില്ല, സ്റ്റിറോയിഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അപ്പോഴാണ് മനസ്സിലാവുക. ഈ ഓയിൻമെൻ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ ശരിക്കുള്ള കണ്ടീഷൻ അല്ലല്ലോ നമ്മൾ കാണുന്നത്. അപ്പം ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ശരിക്കും എന്താണ് ഒരു കണ്ടീഷൻ നമുക്ക് പുറത്തു വരും. അപ്പോൾ ശരിക്കും വികൃതമായ സ്ഥിതിയായിരിക്കും ഉണ്ടാവുക. അതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഉണ്ട്. അപ്പോൾ അത് കണ്ടീഷനിൽ നിന്ന് മാറി ഈ അവിടുത്തെ നീർക്കെട്ടൊക്കെ മാറി പിന്നെ നോർമൽ സ്കിന്ന് വന്ന് ഓക്കെ ആവുകയാണ് ചെയ്യുക. ഇതൊരു പ്രോസസ്സാണ്. ഒരു 2-3 മാസം കൊണ്ട് സ്കിന്ന് റെഡിയായി വരും. പിന്നീട് അത് വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ചിലർ പിന്നെയും വളരെ മോശമായ സാഹചര്യത്തിലൂടെ, മോശമായെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റൊക്കെ എത്രക്കും മാറ്റം വന്നാൽ ചിലപ്പോൾ ഇത് മാറിയാലും ഇപ്പോൾ 5-6 വർഷങ്ങൾ ഒരു പ്രശ്നം ഇല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ വേറെ സ്ഥലം, ഇപ്പോൾ വീട് വിട്ട് വേറെ പുറത്ത് പോയി താമസിക്കുക, വളരെ ഡിസോർഡർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റൊക്കെ കണ്ടിന്യൂ ചെയ്താൽ ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയും വരാം. ജീവിതശൈലിയും പ്രധാനം തന്നെയാണല്ലേ. ആ സമയത്തെല്ലാം ഉറങ്ങുക, പിന്നെ പകലുറങ്ങുക, അതുപോലെ തന്നെ ഫുഡ് ഏതെങ്കിലും നേരത്തെ കഴിക്കുക, ഇതൊക്കെ ജീവിതശൈലിയും ഒരുപാട് രോഗങ്ങൾ, പിന്നെ ടെൻഷനും ഇതിന് ഒരു ട്രിഗർ ചെയ്യാനൊരു കാരണമാണ്. ഈ അസുഖം ഒരു പ്രശ്നം ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ട്രിഗർ ചെയ്യാനും ടെൻഷനും ഒരു കാരണമാകും. ഈ അലർജിക് റിയാക്ഷൻസ് ഒക്കെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുമുണ്ട്. എന്നുവെച്ചാൽ ഈ സ്കിന്നിനോ അല്ല അലർജി വേറെ തുമ്മലോ ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് ഒരു ടെൻഷൻ, ഒരു ട്രോമ പോലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ സ്കിൻ കണ്ടീഷൻ മോശമാകുന്ന ആൾക്കാരുമുണ്ട്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദിശ ആയുർവേദ ഹെൽത്ത് എന്ന പേജ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പേഷ്യൻസിൻ്റെ തന്നെ റിവ്യൂസ് കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ റിവ്യൂസാണ് അതിലുള്ളത്. അപ്പോൾ എല്ലാവരും ആ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോ മറ്റ് വീണ്ടും അടുത്ത് തന്നെ കാണാം എന്ന പ്രതീക്ഷയുടെ ദിശ ആയുർവേദയിൽ നിന്നും സുമേഷ് ഭാസ്കർ ആൻഡ് ദിശ സുമേഷ്. ബൈ.